ഹലോ ഗായ്സ്, എല്ലാവർക്കും ലിയാലിബിൻ ഫാമിലി വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ അച്ഛൻ്റെ ഒരു ബീഫ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ അച്ഛൻ മാത്രമാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുള്ളൂ. ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുകയായിരിക്കും, പക്ഷേ എനിക്കിത് ബീഫ് അച്ഛൻ ഉണ്ടാക്കി എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നല്ലോണം ബീഫ് കഴുകി വെച്ചാൽ അച്ഛൻ എന്ത് വെച്ചാൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും അതേപോലെ തന്നെ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അത് അച്ഛൻ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അത് അച്ഛൻ പറഞ്ഞു വേവിപ്പിച്ചതിന് ശേഷം എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് എന്നതിന് ശേഷം അച്ഛൻ മസാലയും കാര്യങ്ങളൊക്കെ ആക്കുന്നുള്ളൂ കേട്ടോ. അധികം ഇതൊന്നും ഇട്ടിട്ടില്ല, മഞ്ഞളും മുളകൊന്നും ഇട്ടിട്ടില്ല. കുറച്ച് മഞ്ഞളും മുളകും ഇട്ടിട്ട് നന്നായിട്ട് അച്ഛൻ എന്ത് ചെയ്തിട്ടുണ്ട്, അത് ഇളക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ വിസിലൊക്കെ ആയി, 4 വിസിലാണ് അച്ഛൻ പറഞ്ഞത്. 4 വിസിലൊക്കെ ആയി നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ ചെറിയുള്ളി ഇതും കാര്യങ്ങളൊക്കെ പൊളിച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി പേസ്റ്റും ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ തക്കാളി അതേപോലെ തന്നെ പച്ചമുളക് ഇതൊക്കെ ഞാൻ അപ്പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിൽ എടുക്കാൻ മറന്നു പോയതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മല്ലിയും അതേപോലെ തന്നെ കൊത്തമ്പാരി എന്ന് പറയില്ലേ, അതും കുരുമുളകും കൂടി നന്നായിട്ട് വറക്കുന്നുണ്ട്. എന്നിട്ട് വറുത്ത് പൊടിച്ചിട്ട് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കുക്കിങ്ങിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് അച്ഛൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കറിവേപ്പിലയും കാര്യങ്ങളൊക്കെ ഇട്ട് അതിലേക്ക് അച്ഛൻ പൊളിച്ച് വെച്ചിട്ടുള്ള ചെറിയുള്ളി ഇട്ടിട്ടാ നന്നായി അതെന്ത് ചെയ്തിട്ടുണ്ട്, അച്ഛൻ ഇളകി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പും കാര്യങ്ങളൊന്നും ഇപ്പോഴും അച്ഛൻ ഇടുന്നില്ല. അപ്പോൾ ലാസ്റ്റ് അച്ഛൻ അതൊക്കെ ഇടുന്നുള്ളൂ. ഞാൻ വിചാരിച്ച അച്ഛൻ ഉപ്പൊക്കെ ഇടുമെന്ന്, പക്ഷേ അച്ഛൻ പറഞ്ഞ് ഇപ്പോൾ ഉപ്പിടേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി നമ്മൾ ബീഫിൽ ഉപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇട്ടിട്ടാണ് നമ്മളത് വേവിച്ച് വെച്ചത്. അപ്പോൾ ഇത് ലാസ്റ്റ് നോക്കിയിട്ടേ ഉപ്പിടണ്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പിന്നെയെന്ന് വെച്ചാൽ ബീഫ് അച്ഛൻ വെക്കുമ്പോൾ ഒരു അല്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അധികം വെള്ളം ഒഴിക്കാൻ പാടില്ല. കാരണം അധികം വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ എന്നാ പ്രശ്നമാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വെള്ളമായിരിക്കും, പിന്നെ വറ്റിക്കാൻ ഭയങ്കര താമസമാവും. അപ്പോൾ അച്ഛൻ അല്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കാരണം ഓൾറെഡി അതിൽ നെയ്യ് ഉണ്ടാവും. ആ നെയ്യ് ഉരുകിയിട്ട് അത് കുറച്ച് വെള്ളം പോലെ ആവും. അതുകൊണ്ട് എന്തായിട്ടുണ്ട്, നമ്മൾ ബീഫിൽ കുറച്ച് മാത്രമേ വെള്ളം ഒഴിക്കാറുള്ളൂ. അപ്പം അച്ഛൻ നന്നായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, വഴറ്റുന്നുണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനും അമ്മയും ബീഫ് ഉണ്ടാക്കും, പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടം അച്ഛൻ ഉണ്ടാക്കുന്ന ബീഫാട്ടാ. അച്ഛൻ വലിയ ഉള്ളിയൊന്നും അങ്ങനെ അധികം യൂസ് ചെയ്യലില്ല. അച്ഛൻ ചെറിയുള്ളി മാത്രം കൊണ്ട് ഉണ്ടാക്കൽ. പിന്നെ അച്ഛൻ്റെതായ റെസിപ്പിയിൽ തേങ്ങാപ്പാലും അതൊക്കെ ഒഴിച്ചിട്ടാ. ഞാൻ തേങ്ങാപ്പാൽ നോക്കിയല്ല, ഞാൻ അപ്പാടെ ഉണ്ടാക്കൽ. അപ്പോൾ അതിലേക്ക് അച്ഛൻ എന്ത് വെച്ചാൽ തക്കാളിയും പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു, ഇതൊക്കെ അച്ഛൻ തന്നെ റെസിപ്പീൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എന്താ പറ്റിയെന്ന് വെച്ചാൽ നമുക്ക് മൈക്കില്ലല്ലോ, അപ്പോൾ സൗണ്ട് ക്ലിയർ ആവാത്തതുകൊണ്ടാണ് ഞാനിത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അതിന് ശേഷം അച്ഛൻ അതിലേക്ക് മല്ലിപ്പൊടി അതേപോലെ തന്നെ മസാല, ഗരം മസാല, കുരുമുളക് പൊടി, മല്ലിപ്പൊടി നേരത്തെ പൊടിച്ച് വെച്ചിട്ടില്ലേ, അതും എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അച്ഛൻ വഴറ്റുന്നുണ്ട്. വേറൊന്നും അതിലിടുന്നില്ല. നന്നായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, വഴറ്റി പോകുന്നു. മുളക് പൊടിയും എല്ലാം കൂടി നേരത്തെ ബീഫിൽ ചേർത്തുകൊണ്ട് അധികം മുളക് പൊടിയൊന്നും ഇല്ല, ചേർത്തില്ല. അല്പം മുളക് പൊടി മാത്രമേ ചേർത്തുള്ളൂ. അതിന് ശേഷം അതിലേക്ക് അച്ഛൻ ഇത് ബീഫ് വേവിച്ച് വെച്ച ബീഫ് നന്നായി കുട്ടി ഇത് നന്നായിട്ട് അച്ഛൻ ചെയ്തിട്ടുണ്ട്, അതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കണം നമ്മൾ ഉണ്ടാക്കുമ്പോൾ. പിന്നെ അപ്പോൾ അച്ഛൻ ബീഫ് വേവിച്ചപ്പോൾ അതിൻ്റെ വെള്ളം എന്ത് ചെയ്തിട്ടുണ്ട്, എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഊറ്റിയിട്ടാണ് ഈ ബീഫിലിട്ടേക്കുക. അപ്പോൾ വെള്ളം ആണ്, വെള്ളത്തിന് പകരം ആ ബീഫിൻ്റെ വെള്ളം കൊണ്ട് തന്നെയാണ് കേട്ടോ അച്ഛൻ അതിൽ ഒഴിച്ച് കൊടുക്കുന്നത്. അച്ഛൻ പറഞ്ഞാൽ എന്നാലാണ് ആ ഒരു ടേസ്റ്റ്, ആ ഒരു ബീഫിൻ്റെ കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ആ വെള്ളം അതിലേക്ക് ഒഴിക്കണം. കാരണം വെള്ളം നമ്മളെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ബീഫിൻ്റെ ടേസ്റ്റ് ഒന്നും കിട്ടില്ല. അതിന് ശേഷം ആണ് അച്ഛൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കാര്യങ്ങളൊക്കെ ഇടുന്നത്. ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും ഇടുന്നില്ല കേട്ടോ. അച്ഛൻ എന്താ വെച്ചാൽ ലാസ്റ്റാണ് അച്ഛൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കാര്യങ്ങളൊക്കെ ഇടുന്നത്. അതിന് ശേഷം തേങ്ങാപ്പാൽ അതിലേക്ക് ഒഴിച്ചിട്ടാ, 1/4 പാൽ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ തേങ്ങാപ്പാലും കാര്യങ്ങളൊക്കെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് അത് ഇളക്കിയിട്ടുണ്ട് കേട്ടോ അച്ഛൻ. അപ്പോൾ അധികം ഗ്രേവി ടൈപ്പല്ല, എന്നാൽ ഗ്രേവി ഇല്ലയെന്നും പറഞ്ഞുകൂടാ, ആ ഒരു രീതിയിലാട്ടോ അതിൻ്റെ ലാസ്റ്റ്. അച്ചാച്ചൻ അവിടുന്ന് ബീഫ് ഉണ്ടാക്കുമ്പോൾ ഇവിടെ ഒരാൾ കുഞ്ഞി എന്നാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓള സദ്യ ഉണ്ടാക്കുന്ന കുഞ്ഞി ഉണ്ടാക്കിക്ക, അല്ല വിളമ്പിക്ക. ഉപ്പേരി, ഉള്ള പ്ലേറ്റ് തീർത്തില്ലെങ്കിൽ ഇതല്ലേ ഇവളെ കളി സാധനങ്ങൾ കേട്ടോ. അവളെ ചോറാണിത്. പാത്രങ്ങളെല്ലാം ഒക്കെ സ്വന്തമായിട്ട് കൊടുത്ത സാധനങ്ങളായി. പാത്രം, സ്പൂണ്, അവളിവിടെ വരുമ്പം കളിക്കുന്ന സാധനങ്ങളാണ് ഇതെല്ലാം.
ഇനി നാളെ പപ്പടം മുറി കൂടിൻ്റെ ഇലയാട്ടാ. പിന്നെ ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ സദ്യ ഇഷ്ടമായെന്ന് വെച്ചത്? സദ്യ ഇഷ്ടമായോ? കുഞ്ഞിൻ്റെ സദ്യ ആകുമ്പോഴത്തേക്ക് ഇത് അച്ഛൻ്റെ ബീഫ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഗ്രേവി ഉണ്ടല്ലോ, ഒരിത്തിരി ഞാൻ കയ്യിലാക്കിയിട്ട് നാവുമ്മൽ വെച്ച് നോക്കുമ്പോൾ വാ അടിപൊളി ടേസ്റ്റ് ആട്ടാ. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് നന്നായിട്ട് എന്ത് ചെയ്ത് ഞാനാ പിന്നെ വറ്റിച്ചത് കേട്ടാ. അച്ഛനങ്ങ് പോയി. പിന്നെ ഞാൻ എന്ത് ചെയ്ത് ബീഫ് ഒന്നിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്, എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിങ്ങോട്ട് മാറ്റി ഒരു പാത്രത്തിലാക്കി എടുത്ത് വെച്ചപ്പോൾ അടിപൊളി ടേസ്റ്റ്. അധികം എരിവോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുള്ളതുകൊണ്ട് നമ്മൾ അധികം എരിവൊന്നും ഇട്ടിട്ടില്ല. ഒരു കുത്തലോ നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് എന്ത് ഇഷ്ടമാണെന്ന് അറിയാമോ ഇങ്ങനത്തെ ബീഫ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ, ഈ ഒരു ടൈപ്പിൽ ഉണ്ടാക്കി നോക്കിയെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ. ഒരു മസ്റ്റ് ട്രൈ ആണ്. നിങ്ങളിത് എന്തായാലും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. പുതിയൊരു വീഡിയോ വരുന്നവരേക്കും ബൈ.